നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം 2025 ജനുവരിയിൽ പൂർത്തീകരിക്കും. ഗുരുവായൂർ നിയോജക മണ്ഡലം MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. മന്നലാംകുന്ന് മേഖലയിലെ വെള്ളക്കെട്ട് പ്രദേശങ്ങൾ വിവിധ വകുപ്പ് മേധാവികൾ സന്ദർശിച്ചു. 30ഓളം കുടുംബങ്ങളെയും NH സർവീസ് റോഡിനെയും 3 പഞ്ചായത്ത് റോഡുകളെയും ബാധിക്കുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായാണ് സന്ദർശനം. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. ബ്ലാങ്ങാട് വോൾഗ നഗർ പാലപ്പെട്ടി വീട്ടിൽ ലിസൺ എന്ന ഹബീബിനെയാണ് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഔഷധ സേവയും ആനയൂട്ടും ജൂലൈ 31 നടക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. സുദർശന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. വാർത്തകൾ വിശദമായി. ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം 2025 ജനുവരിയിൽ പൂർത്തീകരിക്കും. ഗുരുവായൂർ നിയോജക മണ്ഡലം MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. മണ്ഡലത്തിലെ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഇറിഗേഷൻ പദ്ധതികൾ, വാട്ടർ അതോറിറ്റി പദ്ധതികൾ, ഹാർബർ പ്രവൃത്തികൾ തുടങ്ങിയവയുടെ പുരോഗതി യോഗം വിലയിരുത്തി. 38 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുന്നതായും ജനുവരി മാസത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും സ്പെഷ്യൽ ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. കോടതി കെട്ടിടത്തിലേക്കുള്ള ഫർണിച്ചർ, മറ്റു ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നത് സംബന്ധിച്ച് ജില്ലാ ജഡ്ജിയുമായി കൂടിയാലോചിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA നിർദ്ദേശം നൽകി. രാമു കാര്യട്ട് സ്മാരക നിർമ്മാണത്തിന്റെ റീടെൻഡർ ക്ഷണിച്ചതായി പൊതുമരാമത്ത് കെട്ടിടം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഇരട്ടപ്പുഴ സ്കൂൾ, പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ അണ്ടത്തോട് സ്കൂൾ, പുന്നയൂർ GLP സ്കൂൾ എന്നിവയുടെ നിർമ്മാണം സമയബന്ധിതമായി നടന്നുവരുന്നതായും എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. ഗുരുവായൂർ KSRTC ഡിപ്പോ, ഗവൺമെന്റ് UP സ്കൂൾ ഗുരുവായൂർ, ഗുരുവായൂർ ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണം എന്നിവ അടിയന്തരമായി ആരംഭിക്കണമെന്നും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് MLA കർശന നിർദ്ദേശം നൽകി. മമ്മിയൂർ ഫ്ളൈ ഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചുവെന്നും വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുമെന്നും പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ MLAയെ അറിയിച്ചു. ചിങ്ങനാത്ത് കടവ് പാലവും അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ നടന്നുവരുന്നതായും ആഗസ്റ്റ് 25-നകം മേൽപ്രവൃത്തി പൂർത്തീകരിക്കുമെന്നും നിർവഹണ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡ് യോഗത്തെ അറിയിച്ചു. തീരദേശ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റവന്യൂ വിഭാഗത്തിന്റെ യോഗം ചേരാനും എത്രയും വേഗം സ്ഥലമെടുപ്പ് നടപടികൾ സ്വീകരിക്കാനും MLA നിർദ്ദേശം നൽകി. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള റോഡ് നിർമ്മാണത്തിൽ വലിയ കാലതാമസം വരുന്നതിൽ MLA അതൃപ്തി രേഖപ്പെടുത്തി. 5 കോടി രൂപ ചെലവിൽ നടത്തുന്ന ചേറ്റുവ കായലിലെ ഡ്രഡ്ജിംഗ് പ്രവൃത്തി എത്രയും വേഗം ആരംഭിക്കുന്നതിനും ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA കർശന നിർദ്ദേശം നൽകി. ഗുരുവായൂർ ആൽത്തറ പൊന്നാനി റോഡിലെയും AEO നാക്കോല റോഡിലെയും കുഴികൾ അടയ്ക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA നിർദ്ദേശം നൽകി. ചാവക്കാട് റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ഹരീഷ്, റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റംലത്ത്, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ശാലിനി MR, മഞ്ജുഷ V, സജിത് മോഹൻദാസ്, ദിവ്യ ആനന്ദൻ, സംഗീത CV, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ നീലിമ HJ, മിനി TS, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ഷീന PK, സന്ധ്യ KP, വിവിധ വകുപ്പുകളിലെ എഞ്ചിനീയർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, ചാവക്കാട്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. ബ്ലാങ്ങാട് വോൾഗ നഗർ പാലപ്പെട്ടി വീട്ടിൽ ലിസൺ എന്ന ഹബീബിനെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് CI വിമൽ തൃശൂർ ജില്ലയിൽ നിന്നും 3 മാസ കാലയളവിൽ നാടുകടത്തിയത്. തൃശൂർ ജില്ലയിലെ ചാവക്കാട്, കുന്നംകുളം പോലീസ് സ്റ്റേഷനുകളിലും എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ പോലീസ് സ്റ്റേഷനുകളിലുമായി 13ഓളം കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ഗുരുവായൂർ സബ് ഡിവിഷനിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ മാത്രമായി 9ാമത്തെ വ്യക്തിക്കെതിരെയാണ് കാപ്പ ചുമത്തുന്നത്. തുടർന്നും കഞ്ചാവ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവർക്കെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. മന്നലാംകുന്ന് മേഖലയിലെ വെള്ളക്കെട്ട് പ്രദേശങ്ങൾ വിവിധ വകുപ്പ് മേധാവികൾ സന്ദർശിച്ചു. 30ഓളം കുടുംബങ്ങളെയും NH സർവീസ് റോഡിനെയും 3 പഞ്ചായത്ത് റോഡുകളെയും ബാധിക്കുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് വകുപ്പ് മേധാവികൾ സ്ഥലം സന്ദർശിച്ചത്.
ചൊവ്വാഴ്ച NK അക്ബർ MLA അധ്യക്ഷതയിൽ പുന്നയൂർക്കുളം പഞ്ചായത്ത് കാര്യാലയത്തിൽ വിളിച്ചു ചേർത്ത യോഗ തീരുമാനപ്രകാരമായിരുന്നു സന്ദർശനം. പഞ്ചായത്തിന്റെ ചക്കോറയിൽ റോഡിലൂടെയോ അല്ലെങ്കിൽ AKG റോഡിലൂടെയോ കാന നിർമ്മിച്ച് വെള്ളം കനോലി കനാലിലേക്ക് ഒഴുക്കുക എന്ന മാർഗമാണ് ആദ്യ പരിഗണനയിൽ ഉള്ളത്. എന്നാൽ പഞ്ചായത്ത് റോഡ് കഴിഞ്ഞാൽ ഏകദേശം 300 മീറ്റർ ദൂരം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലൂടെ കാന നിർമ്മിക്കേണ്ടി വരും. വ്യക്തിയുടെ സമ്മതം കിട്ടിയാൽ ഇത് നടപ്പാകും. ഇവിടെ ഉയർന്ന സ്ഥലമായതിനാൽ കനോലി കനാലിൽ നിന്ന് വെള്ളം തിരിച്ചിറങ്ങി ഉപ്പുവെള്ളം കലർന്ന് കുടിവെള്ളം മുട്ടുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. അല്ലെങ്കിൽ മന്നലാങ്കുന്ന് പാലം റോഡരികിലൂടെ കാന നിർമ്മിക്കലാണ് രണ്ടാമത്തെ വഴി. ഈ 3 വഴികളും ഉദ്യോഗസ്ഥർ സന്ദർശിച്ച് എസ്റ്റിമേറ്റ് അടക്കമുള്ള പ്രപ്പോസൽ തയ്യാറാക്കി സമർപ്പിക്കും. അതിനുശേഷം അടിയന്തരമായി കാന നിർമ്മാണം നടത്തും. ദേശീയപാത അധികൃതർ, നിർമ്മാണ കമ്പനി, പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് സ്ഥലം സന്ദർശിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വാർഡ് മെമ്പർ ആലത്തയിൽ മൂസ തുടങ്ങി പ്രദേശവാസികളും സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. നെല്ലുവ ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഔഷധ സേവയും ആനയൂട്ടും ജൂലൈ 31 നടക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. സുദർശന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വിപുലമായി ഔഷധ സേവ നടത്തുവാനാണ് തീരുമാനം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനാവശ്യമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ യോഗത്തിൽ തീരുമാനമെടുത്തു. അഷ്ടവൈദ്യന്മാരിൽ പ്രധാനിയായ കുട്ടഞ്ചേരി മൂസത്തിന്റെ ഇല്ലത്തു നിന്നും കൊണ്ടുവരുന്ന ഔഷധം മുക്കിടി രൂപേണ നിവേദിച്ച് ഭക്തജനങ്ങൾക്ക് നൽകും. ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. ഔഷധം സേവിക്കുവാനും ആനയൂട്ടിനുമായി നിരവധി ഗജവീരന്മാർ ക്ഷേത്രത്തിലെത്തും. വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. സുഗമമായി ദർശനം നടത്തുന്നതിനും ക്ഷേത്രത്തിലെ മഹാധന്വന്തരി ഹോമത്തിൽ പങ്കെടുക്കുന്നതിനും മറ്റുമായി വിപുലമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കുന്നുണ്ട്. സുരക്ഷയ്ക്കായി പോലീസ് സന്നാഹത്തെയും മറ്റു സെക്യൂരിറ്റി ജീവനക്കാരെയും പ്രത്യേക വളണ്ടിയർമാരെയും നിയോഗിക്കും. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. മെഡിക്കൽ സംഘവും ആംബുലൻസുകളും പ്രദേശത്ത് ക്യാമ്പ് ചെയ്യും. കുടിവെള്ളവും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒരുക്കും. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുവാനും യോഗത്തിൽ ധാരണയായി. അന്നേ ദിവസം സന്ധ്യയ്ക്ക് ചോറ്റാനിക്കര സുഭാഷ് മാരാരുടെ നേതൃത്വത്തിൽ മേജർ സെറ്റ് പഞ്ചവാദ്യം ഉണ്ടായിരിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർമാരായ പ്രേംരാജ് ചൂണ്ടലാത്ത്, MP മുരളീധരൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ, ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, എരുമപ്പെട്ടി SI U. മഹേഷ്, പഞ്ചായത്ത് മെമ്പർ MC ഐജു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KF ബാബു, ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ KK കല, ദേവസ്വം ഓഫീസർ PB ബിജു, ദേവസ്വം ധന്വന്തരി ആയുർവേദ റിസർച്ച് സെന്റർ ചെയർമാൻ PC അബാൽമണി, ഉത്രാളിക്കാവ് പൂരം കോർഡിനേറ്റർ AK സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വേലൂരിൽ വീണ്ടും തെരുവ് നായ ആക്രമണം. 2 ആട്ടിൻകുട്ടികൾ ചത്തു. പള്ളിക്കുളത്തിന് സമീപം താമസിക്കുന്ന അറക്കൽ തോമസിന്റെ 2 മാസം പ്രായമുള്ള ആട്ടിൻകുട്ടികളാണ് ചത്തത്. തെരുവ് നായ്ക്കൾ കൂടിന്റെ അഴികൾ ഇളക്കി മാറ്റിയാണ് ആട്ടിൻകുട്ടികളെ ആക്രമിച്ചത്. കാട്ടുകാമ്പാൽ പഞ്ചായത്തിൽ മഴക്കാല രോഗപ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ആരോഗ്യ കേന്ദ്രത്തിലെ ആയുഷ് ആയുർവേദയുടെ നേതൃത്വത്തിൽ ചിറക്കൽ ജോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സൗജന്യ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു മനോഹരൻ, ഷീജ സുഗതൻ, മിന്റോ റിനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NK ഹരിദാസൻ, TS മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. PHCയിലെ ആയുർവേദ ഡോക്ടർ ലെസ്ലി വില്ലി സ്വാഗതവും ആശാ വർക്കർ വസന്ത നന്ദിയും പറഞ്ഞു. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ 16 വാർഡുകളിൽ 8 വാർഡുകളിലുള്ളവരെയാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രണ്ടാം ഘട്ടം ജൂലൈ 30 നടക്കും. ക്യാമ്പിൽ ഡോക്ടർമാരായ ധന്യശ്രീ, പ്രമോദ് എന്നിവർ പരിശോധന നടത്തി. സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. 150ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്ത് രോഗനിർണയം നടത്തി. ചൂണ്ടൽ പഞ്ചായത്തിലെ ചിറനെല്ലൂരിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. കർഷകനായ PK പരീദിന്റെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിച്ചത്. കപ്പത്തോട്ടത്തിലാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ചെടികളുടെ കടഭാഗം കുത്തിയിളക്കി കപ്പ കഴിച്ച് സ്ഥലം വിടുകയാണ് ചെയ്യുന്നത്. കാട്ടുപന്നികളുടെ ശല്യം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തുടർക്കഥയാണ്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന ബ്രാൻഡ് അംബാസഡറായി 2ാം ക്ലാസ്സുകാരൻ ഇബ്രാഹിം നാസിമിനെ NK അക്ബർ MLA പ്രഖ്യാപിച്ചു. പൊതുനിരത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞവരെ കണ്ടെത്താൻ സഹായിച്ച പുനയൂർ സ്വദേശി പാതിയറയ്ക്കൽ നിഷാദ് സഫിയ ദമ്പതികളുടെ മകൻ 7 വയസ്സുകാരൻ ഇബ്രാഹിം നാസിമിനെ ആദരിക്കുന്നതിന് പുനയൂർ ഗ്രാമപഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് നടത്തിയ അനുമോദന ചടങ്ങ് MLA ഉദ്ഘാടനം ചെയ്തു. പല തദ്ദേശഭരണ സ്ഥാപനങ്ങളും
പലരെയും മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഗ്രാൻഡ് അംബാസിഡർമാരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ വലിയ സെലിബ്രിറ്റികളെയാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ അംബാസിഡർ ആര് എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയണം അഭിപ്രായം നാശം. കാരണം ആ വിദ്യാർത്ഥി, അത് ഒരു 2ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി ലോകത്തിന് മുമ്പാകെ പറയുന്നു ഇത് തെറ്റാണ് എന്ന്. അതുകൊണ്ട് ഏറ്റവും മാതൃകാപരമാണ് ഏറ്റവും മാതൃകാപരമായ ഒരു സ്വീകരണമാണ് ഇവിടെ നടക്കുന്നത്. ജൂലൈ 20 ശനിയാഴ്ച നാസിം മദ്രസയിൽ നിന്ന് വരുമ്പോഴാണ് പുന്നയൂർ പിലാക്കാട്ട് പള്ളിക്ക് സമീപം റോഡരികിൽ ലാബ് മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് വീട്ടുകാരുടെ സഹായത്തോടെ വാർഡ് മെമ്പർ സെലീന നാസറിനെയും പുന്നയൂർ പഞ്ചായത്തിനെയും വിവരമറിയിച്ചു. 2 വലിയ പ്ലാസ്റ്റിക് ബാഗുകളിൽ നിറയെ മനുഷ്യജീവന് ഹാനികരമാകുന്ന ഉപയോഗിച്ച സിറിഞ്ചുകൾ, രക്തം അടങ്ങിയ ടെസ്റ്റ് ട്യൂബുകൾ, യൂറിൻ കണ്ടെയ്നർ എന്നിവയായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് മന്നലാംകുന്ന് ഹെൽത്ത് കെയർ ഹൈടെക് ലാബ് ഉപയോഗിച്ചതാണെന്ന് മനസ്സിലായത്. തുടർന്ന് ലാബ് ഉടമ കടിക്കാട് സ്വദേശി റോഷിത്തിനെ വിളിച്ചുവരുത്തി മാലിന്യം എടുത്തുമാറ്റുകയും 1/2 ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകുകയും ചെയ്തു. ലൈസൻസ് ഇല്ലാത്തതിനാൽ ലാബ് അടച്ചിടാനും നിർദ്ദേശിച്ചിരുന്നു. ആറ്റുപുറം സെന്റ് ആന്റണീസ് LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇബ്രാഹിം നാസിം. സ്കൂളിൽ നടത്തിയ അനുമോദന ചടങ്ങിൽ പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിത മുഖ്യാതിഥിയായി. പുന്നയൂർ പഞ്ചായത്തിനു വേണ്ടി TV സുരേന്ദ്രനും ഹരിതകേരളം സംസ്ഥാന മിഷനു വേണ്ടി തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സിദ്ദിഖയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ദുർഗാദാസും നാസിമിനെ ഉപഹാരം നൽകി ആദരിച്ചു. പുന്നയൂർ പഞ്ചായത്ത് നൽകിയ ക്യാഷ് അവാർഡ് സെക്രട്ടറി NP ഷീജ നാസിമിന് കൈമാറി. ചടങ്ങിൽ പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ AK വിജയൻ, വടക്കേക്കാട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീധരൻ മാക്കാലിക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ജിസ്ന ലത്തീഫ്, സെന്റ് ആന്റണീസ് LP സ്കൂൾ മാനേജറും ആറ്റുപുറം ദേവാലയം ഇടവക വികാരിയുമായ ഫാദർ ഡെന്നീസ് മാറോക്കി, PTA പ്രസിഡന്റ് ദിനേശ് G നായർ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ് പുന്നേർകുളം. എരുമപ്പെട്ടി കരിയന്നൂരിൽ പൊട്ടിവീണ വൈദ്യുതി പോസ്റ്റ് ശരിയാക്കാനെത്തിയ KSEB ജീവനക്കാരുടെ വാഹനം ചെളിയിൽ താഴ്ന്നു. ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നൽ ചുഴലിയിൽ കരിയന്നൂരിൽ വൈദ്യുതി കാലുകൾ തകർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു. രാത്രിയിൽ അറ്റകുറ്റപ്പണി നടത്താൻ എത്തിയപ്പോഴാണ് KSEBയുടെ മിനി ലോറിയുടെ ചക്രങ്ങൾ ചെളിയിൽ താഴ്ന്നത്. എത്ര പരിശ്രമിച്ചിട്ടും ഉയർത്താൻ ജീവനക്കാർക്ക് സാധിച്ചില്ല. ഇതിനിടയിൽ ശക്തമായ മഴയും പെയ്തു. തുടർന്ന് രാത്രി 10 മണിയോടെ നാട്ടിലെ യുവാക്കളെത്തിയാണ് വാഹനം ഉയർത്തിയത്. അകലാട് കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അകലാട് മൂന്നേനി സ്വദേശി 24 വയസ്സുള്ള താമരത്ത് വിനീതിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ അകലാട് മൂന്നേനി VCare ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിലും പിന്നീട് തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കടങ്ങോട് വടക്കുമുറിയിൽ നാട്ടുകാർ നിർമ്മിച്ച ജനകീയ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ KA അഭിലാഷ് നിർവഹിച്ചു. റോഡ് വികസന നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഴയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു നീക്കിയിരുന്നു. നാട്ടുകാരുടെ സഹകരണത്തോടെ സമാഹരിച്ച 65,000 രൂപ ചെലവഴിച്ചാണ് പുതിയ ബസ് കേന്ദ്രം നിർമ്മിച്ചത്. ചടങ്ങിന് ശേഷം മധുരവിതരണവും ഉണ്ടായി. KN മനോജ്, KR നന്ദകുമാർ, MG ജയൻ, PK ലക്ഷ്മണൻ, OA സുബ്രഹ്മണ്യൻ, AS ധനജയൻ എന്നിവർ നേതൃത്വം നൽകി. നേതൃത്വം കൊടുത്ത കടങ്ങോട് സ്വാമിപ്പടിയിലെ ഒരു കൂട്ടം ജനകീയ ബസ് സ്റ്റോപ്പിന് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ എല്ലാ രീതിയിലും പണിയെടുത്തുകൊണ്ട് സഹായിച്ച ആളുകളുണ്ട്, സാമ്പത്തികം സഹായിച്ച ആളുകളുണ്ട്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹവുമാണ് ഈ പ്രദേശത്തെ വലിയൊരു സ്വപ്നമായിരുന്നു ബസ് സ്റ്റോപ്പ്. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം എടുത്തു പറയാം. ചെളിവെള്ളത്തിൽ ചവിട്ടാതെ പുറത്തിറങ്ങാൻ കഴിയാതെ വലയുകയാണ് കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ മൂലേപ്പാട് ഫ്ളാറ്റിലെ 10ഓളം കുടുംബങ്ങൾ. മഴക്കാലം തുടങ്ങിയതോടെ ആരംഭിച്ച ദുരിതത്തിന് ശമനമില്ല. ഫ്ളാറ്റിന് സമീപത്ത് കൂട്ടിയിട്ട മൺകൂനകളാണ് വെള്ളക്കെട്ടിന് കാരണം. മൂലേപ്പാട് മേഖലയിലെ റോഡ് പണിയുടെ ഭാഗമായുള്ള മണ്ണാണ് ഫ്ളാറ്റിന് സമീപം പഞ്ചായത്ത് സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുള്ളത്. മഴ കനത്തതോടെ ഫ്ളാറ്റിന് മുൻപിൽ ചെളിവെള്ളം നിറഞ്ഞു. രോഗികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ളവർ ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നുണ്ട്. ചെളിവെള്ളം നിറഞ്ഞതോടെ വാഹനങ്ങൾ പോലും ഇങ്ങോട്ട് വരുന്നില്ലെന്ന് ഫ്ളാറ്റിലെ താമസക്കാർ പരാതിപ്പെട്ടു. ഓട്ടോറിക്ഷ അങ്ങനത്തെ വണ്ടികൾ വിളിച്ചാൽ ഞങ്ങളില്ലാട്ടാ, ഞങ്ങളുടെ വണ്ടി ആകെ ചളിയിൽ മുങ്ങാണ് എന്ന് പറഞ്ഞിട്ട് അവരാരും വരാൻ കൂട്ടാക്കണില്ല. പിന്നെ ഈ കുട്ടിയാണെങ്കിൽ 4 അടി നടന്ന അപ്പം ഛർദ്ദിക്കണ കുട്ടിയാണ്. ഭിന്നശേഷി പാലിയേറ്റീവ് കെയറിൽ കുന്നംകുളത്തെ എല്ലാ ഡോക്ടർമാരും കോട്ടയിലെ എല്ലാ ഡോക്ടർമാരും ഞങ്ങളുടെ കുടുംബ സഹിതം ഞാനും എൻ്റെ കുട്ടിയും കൂടിയിട്ടേക്ക് 2 ഭിന്നശേഷി കുട്ടികളാണ്. ഒരെണ്ണം അവിടെ മാമൻ്റെ വീട്ടിലുണ്ട്. പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ ചെളിവെള്ളം ഒഴിവാക്കാൻ നടപടിയെടുക്കുന്നില്ലെന്നും താമസക്കാർ പറയുന്നു.
അപ്പോൾ നമ്മൾക്ക് ജീവിക്കാനും ഒരു സഹകരണങ്ങളും അതിനു വേണ്ട കാര്യങ്ങളല്ല. പഞ്ചായത്തിനോട് എന്ത് പറഞ്ഞാലും അവർ ആ തെറ്റ് വരെ വരും, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. മഴക്കാലത്തിന് മുൻപ് ഫ്ളാറ്റിന് മുൻപിലെ മൺകൂനകളിൽ ചിലത് പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്തിന്റെ നേതൃത്വത്തിൽ മാറ്റിയിരുന്നു. എന്നാൽ മഴ ശക്തമായതോടെ മണ്ണുമാറ്റൽ പൂർണ്ണമായില്ല. ഈ ഭാഗത്ത് മണ്ണുപരത്തി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതോടൊപ്പം കോൺക്രീറ്റ് കട്ട വിരിച്ച് മനോഹരമാക്കാൻ പദ്ധതിയിടുമെന്ന് പഞ്ചായത്ത് അംഗം പ്രദീപ് കൂനത്ത് പറഞ്ഞു. കുടിവെള്ളം ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് അതിന്റെ ഫെസിലിറ്റീസ് ഒന്നും ആയിട്ടില്ല. അതും ഈ അടുത്ത പ്രൊജക്റ്റിൽ വെക്കാന്നൊക്കെയാണ് ഞങ്ങളുടെ മെമ്പർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങള് കുടിവെള്ളം പുറത്തുനിന്ന് വണ്ടിയൊക്കെ വിളിച്ചു കൊണ്ടുവരിക. ആ വണ്ടികൾ പോലും ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരില്ല എന്നുള്ള രീതിയിലാണ്. പകുതിക്ക് നിർത്തിയിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. CCTV ന്യൂസ് പെരുമ്പിലാവ്. തീരദേശ ഹൈവേ നഷ്ടപരിഹാരം പരസ്യമായി പ്രഖ്യാപിക്കാതെ ഭൂമി പിടിച്ചെടുക്കാൻ അനുവദിക്കില്ലെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി പറഞ്ഞു. തീരദേശ ഹൈവേക്കുള്ള ഭൂമി അടിയന്തരമായി ഏറ്റെടുക്കുമെന്ന് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോട് ഗുരുവായൂർ MLA ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തീരദേശ ഹൈവേക്ക് ഭൂമി പോകുന്ന തീരദേശവാസികൾക്ക് നഷ്ടപരിഹാര തുക പരസ്യമായി പ്രഖ്യാപിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. ജനസാന്ദ്രതയുള്ള മേഖലകളിലൂടെ ഒട്ടനവധി വീടുകളുള്ള പ്രദേശത്തൂടെയാണ് തീരദേശ ഹൈവേ കടന്നുപോകുന്നത്. NH 66 കൊടുത്ത അതേ നഷ്ടപരിഹാരം തന്നെ തീരദേശവാസികൾക്ക് നൽകണം. നഷ്ടപരിഹാരത്തെക്കുറിച്ച് വ്യക്തത വരുത്താതെ തീരദേശവാസികളുടെ ഒരു തുണ്ട് ഭൂമി പിടിച്ചെടുക്കാൻ അനുവദിക്കില്ലെന്നും സി മുസ്താഖ് അലി പറഞ്ഞു. ഭൂമി എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കണമെന്ന് ഗുരുവായൂർ MLA ശ്രീ NK അക്ബർ ഇന്നലെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഭൂമി പോകുന്ന ആളുകൾക്ക്, തീരദേശവാസികൾക്ക് അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരത്തെക്കുറിച്ച് ഇതുവരെ അധികാരികൾ പറയുവാൻ തയ്യാറായിട്ടില്ല. NH 66 കൊടുത്ത അതേ തുക തന്നെ ഭൂമി പോകുന്ന തീരദേശവാസികൾക്ക് നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. നഷ്ടപരിഹാര തുകയെക്കുറിച്ച് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാതെ മത്സ്യത്തൊഴിലാളികളുടെ, തീരദേശവാസികളുടെ ഒരു തുണ്ട് ഭൂമി പോലും പിടിച്ചെടുക്കാൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സമ്മതിക്കുകയില്ല. തൊഴിയൂർ ഭദ്രാസന പള്ളി അങ്കണത്തിൽ തല ഉയർത്തി നിന്നിരുന്ന പുളിമരം ശക്തമായ കാറ്റിൽ കടപുഴകി വീണു. പോയ വർഷത്തിന്റെ ഓർമ്മകളും പൈതൃക ശേഷിപ്പുകളും പറയാനുണ്ട് ഈ മരത്തിന്. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ദേവാലയത്തിന്റെ ആരംഭചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ഈ പുളിമരത്തിന്. ചെകുത്താൻ പുളി എന്ന പേരിലെല്ലാം അറിയപ്പെട്ടിരുന്ന പുളിമരത്തെ സംബന്ധിക്കുന്ന ഒരുപാട് കഥകളും തൊഴിയൂർ ദേശത്ത് പറഞ്ഞു കേട്ടിരുന്നതാണ്. പഴയകാലത്ത് പ്രേതബാധ ഒഴിപ്പിക്കാനെത്തിയിരുന്നവർ ബാധയൊഴിഞ്ഞ് ഈ പുളിമരത്തിൽ വന്ന് ആണിയടിച്ചു പോകുമായിരുന്നുവെന്നാണ് വിശ്വാസം. 1995 വടക്കനച്ചന്റെ മരണം വരെ ഇത് നിലനിന്നിരുന്നു. പിന്നിട്ട നൂറ്റാണ്ടുകളുടെ ഓർമ്മകളും പൈതൃക ശേഷിപ്പുകളുമായി തൊഴിയൂർ ഭദ്രാസന പള്ളി അങ്കണത്തിൽ തലയുയർത്തി നിന്നിരുന്ന പുളിമരത്തെ തൊഴിയൂർ പള്ളി സന്ദർശിക്കുന്ന ഏവരും തന്നെ വളരെ കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയുമാണ് നോക്കിക്കണ്ടിരുന്നത്. തൊഴിയൂർ പള്ളിയുടെ ഖ്യാതിയോളം വളർന്നിട്ടുള്ള ഒരു പുളിമരം, ഈ പ്രദേശത്തിൻ്റെ ഒരു പുളിമുത്തശ്ശി എന്നൊക്കെ നമുക്ക് പറയാം. ഈ പ്രദേശത്തുള്ള ഒരുപാട് തലമുറകൾ ഇതിൻ്റെ കഥകൾ കേട്ടും ഇതിലെ ഐതിഹ്യങ്ങൾ കേട്ടുമൊക്കെ ജീവിച്ചു പോകുന്നൊരു സംസ്കൃതി ഉണ്ട് ഈ നാടിൽ. ഒരു സംസ്കൃതിയുടെ പ്രതീകം കൂടിയാണ് ശരിക്കും. അത് ഈ നാട്ടിൽ നിന്നിരുന്ന വ്യവസ്ഥിതിയുടെ ഭാഗവും ഒരുപക്ഷെ പ്രേതബാധയൊക്കെയുള്ള ആളുകൾ അതിൽ ഈ പുളിയിലേക്ക് ആവാഹിക്കപ്പെടുന്നൊരു വിശ്വാസമൊക്കെ നിലനിന്നിരുന്നൊരു വലിയ കാലഘട്ടം ഈ പ്രദേശത്തുണ്ടായിരുന്നു. അത് ഈ പുളിമരം വീണു എന്ന് കേൾക്കുമ്പോൾ ഏതോ നമ്മുടെ സ്വന്തക്കാരായ ഒരു മുത്തച്ഛൻ മരിച്ചുപോയ ഒരു പ്രതീതിയാണ് എന്ന് രാവിലെ മുതൽ ഈ പ്രദേശത്തുള്ള ആളുകൾ ഫോൺ വിളിച്ചൊക്കെ അറിയിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപക പിതാക്കന്മാരായ പരിശുദ്ധ കൂറിലോസ് ബാവമാർക്ക് ഹൈദ്രോസ് കുട്ടി മൂപ്പർ തന്റെ മാതുലന് പേവിഷബാധയേറ്റപ്പോൾ ചികിത്സ നൽകിയ സന്തോഷത്തിന് പാരിതോഷികമായി നൽകിയതാണ് 200 ഏക്കറോളം വരുന്ന കടൽക്കരയായിരുന്ന ഈ സ്ഥലം. ദേവാലയം പണിയുന്നതിന് മുമ്പേ ഈ പുളിമരത്തണലിലാണ് ബാവമാർ ഒത്തുകൂടിയത്. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ഈ പുളിമരത്തണലിനെ ആശ്രയിച്ചിരുന്നതായും പിന്നീട് ദേവാലയം പണിയുകയായിരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. ടിപ്പു സുൽത്താൻ്റെ പടനായകനായ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ മാതുലൻ കുട്ടിപ്പോക്കറെ പേപ്പട്ടി കടിച്ച് വിഷബാധ ഏറ്റ് പേയിളകിയ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച് ആ കുട്ടിക്ക് സൗഖ്യം നൽകിയ, അതിൻ്റെ പാരിതോഷികമായി നൽകിയ
ഈ 200 ഏക്കർ ഭൂമിയിൽ പരിശുദ്ധ പിതാക്കന്മാർ ആദ്യം കടന്നു വന്നപ്പോൾ അവർക്ക് തണലേകിയ ഒരു മരമാണ് ഈ പുളിമുത്തശ്ശി. അതിനുശേഷം പിതാക്കന്മാരിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ അടുത്ത് ദേവാലയം പണിയുകയുണ്ടായി ദുർഗസ്വാഗതനാമത്തിൽ. തൊഴിയൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്ന ഒരുപാട് കഥകൾക്ക് പിൻബലമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്ന പുളിമരം പുതിയ തലമുറയ്ക്ക് എന്നും ഒരു കൗതുകമായി. തൊഴിയൂർ പള്ളിയെ അറിയുന്ന ഏവരുടെയും മനസ്സിൽ മായാതെ നിലകൊണ്ട ഓർമ്മകളെയെല്ലാം ബാക്കിയാക്കിക്കൊണ്ടാണ് വിട പറഞ്ഞിരിക്കുന്നത്. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ജലറോക്കറ്റ് നിർമ്മിച്ച് വിക്ഷേപണം നടത്തി. കുട്ടികൾ റോക്കറ്റിന്റെ നിശ്ചല രൂപങ്ങൾ നിർമ്മിക്കുകയും പ്രദർശനം നടത്തുകയും ചെയ്തു. അധ്യാപകരായ ജിഷ, ഡാർലിംഗ്, അനശ്വര, ജിനു തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ വായനാ വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടികളെക്കുറിച്ച് പ്രവർത്തനാവലോകനം നടത്തി. 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന CT കൊച്ചുത്രേസ്യ ടീച്ചർ വായനാ മത്സരത്തിൽ നല്ല വായനക്കാരനായ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരം നേടിയ KJ ആദിലിനെ പുസ്തകം നൽകി ആദരിച്ചു. വിജയിയായ KJ ആദിൽ വായനാനുഭവം പങ്കുവച്ചു. അധ്യാപകരായ മോണിക്ക തോമസ്, CP ആന്റണി എന്നിവർ വായനയുമായി ബന്ധപ്പെട്ട വിദ്യാലയത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ശതപൂർണിമയിലും ആരോഗ്യവതിയാണ് ആച്ചം. ജീവിതശൈലി രോഗങ്ങളൊന്നും തന്നെ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇവരുടെ 100ാം പിറന്നാൾ വീട്ടുകാർ കെങ്കേമമാക്കി. ഗുരുവായൂർ കോട്ടപ്പടി ചാത്തൻകാട് പരേതനായ ചേമ്പിൽ പറങ്ങോടന്റെ ഭാര്യയാണ് അച്ചമ്മു. 1 നൂറ്റാണ്ടിന്റെ ജീവിതാനുഭവ സമ്പത്ത് ആർക്കു മുന്നിൽ വിളമ്പാനും ഇവർ പിശുക്ക് കാട്ടാറില്ല. പല്ലുകൾ ഒന്നും തന്നെ കൊഴിഞ്ഞിട്ടില്ലാത്ത ഇവർക്ക് കേൾവിശക്തിക്ക് കാര്യമായ തകരാറില്ല. ഇതുവരെ കണ്ണട ഉപയോഗിച്ചിട്ടില്ലാത്ത 100-കാരിയുടെ കാഴ്ചശക്തിയും അപാരമാണ്. അടുത്ത കാലം വരെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ പുതുതലമുറ ഇവരെ അതിനൊന്നും അനുവദിക്കാറില്ല. ഇക്കാലത്തിനിടയിൽ കാര്യമായ അസുഖങ്ങളൊന്നും പിടിപെട്ടിട്ടില്ലെന്ന് ഇവർ പറയുന്നു. കോവിഡ് മഹാമാരിയിൽ പേരമക്കൾ ഗുരുതരാവസ്ഥയിലായപ്പോഴും ഇവർ ആരോഗ്യവതിയായിരുന്നു. അലോപ്പതി ചികിത്സയോട് ഒട്ടും താല്പര്യമില്ലാത്ത ഇവർക്ക് ആയുർവേദ ചികിത്സയിലാണ് വിശ്വാസം. ആദ്യകാലത്ത് അരിഷ്ടങ്ങളും കഷായങ്ങളും സ്വന്തമായി തയ്യാറാക്കിയാണ് ഉപയോഗിച്ചിരുന്നത്. മൂത്ത സഹോദരി വല്യമ്മു 8 വർഷം മുമ്പ് മരിക്കുമ്പോൾ 106 വയസ്സായിരുന്നു. മറ്റ് സഹോദരങ്ങളും 100-നടുത്തെത്തിയിരുന്നു. ഭർത്താവ് 34 വർഷം മുമ്പ് മരിച്ചു. മക്കളില്ലാത്ത അച്ചമ്മു ബന്ധുക്കളുടെ തണലിലാണ്. ഇവരെല്ലാവരും ചേർന്ന് കേക്ക് മുറിച്ച് 100ാം പിറന്നാൾ അവിസ്മരണീയമാക്കി. വീട്ടുമുറ്റത്ത് പന്തലിട്ട് 100 പേരുടെ സദ്യയോടെ ശതാബ്ദി പൊടിപൊടിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. എരുമപ്പെട്ടിയിൽ റീച്ച് ഫോർ ദി സ്റ്റാർസിന്റെ നേതൃത്വത്തിൽ NDA, NCDS, AFCAT വിദ്യാർത്ഥികൾക്കായി 2 ദിവസത്തെ സൗജന്യ മാർഗനിർദ്ദേശ ക്ലാസുകൾ നടത്തി. ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി എന്നിവയിൽ ഓഫീസറായി ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മത്സര പരീക്ഷകൾക്കുള്ള ക്ലാസുകളാണ് സംഘടിപ്പിച്ചത്. ഇതിനായി സൗജന്യ ഓൺലൈൻ ക്ലാസുകളും നടത്തുന്നുണ്ട്. റിട്ടയേർഡ് മേജർ KP ജോസഫ് നേതൃത്വം നൽകി. സമാപന ചടങ്ങിൽ എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റും മാധ്യമ സാമൂഹിക പ്രവർത്തകനുമായ റഷീദ് എരുമപ്പെട്ടി, സാമൂഹിക പ്രവർത്തകൻ KC ഡേവിസ് എന്നിവരെ OSA സെക്രട്ടറി KA ഫരീദ് അലി ആദരിച്ചു. റീച്ച് ഫോർ ദി സ്റ്റാർസ് അംഗമായ നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷയിലും JEE അഡ്വാൻസ്ഡ് പരീക്ഷയിലും ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥി ഹരിയെയും അനുമോദിച്ചു. ഗ്രൂപ്പ് കോർഡിനേറ്റർമാരായ അവലിൻ, അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ ലയ, ആശ എന്നിവർ സംസാരിച്ചു. ഒമാൻ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെ 32 വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ബസ് ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, സ്കൂളിലെത്തുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെ ഡ്രൈവർമാർ എന്നിവർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജോയിന്റ് RTO അഫ്സൽ അലി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സന്തോഷ് കുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഷൈനി ഹംസ, COA ഷഹീദ് PA, സ്കൂൾ ബസ് സൂപ്പർവൈസർ ഷാജഹാൻ പുളിക്കൽ എന്നിവർ സംസാരിച്ചു. കാർഗിൽ ദിനത്തിന് മുന്നോടിയായി കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യനെ ബ്രഹ്മകുളം ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആദരിച്ചു. മണത്തലയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് സ്കൂൾ പ്രധാന അധ്യാപകൻ ശ്രീജിത്ത് നേതൃത്വത്തിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചത്. വിദ്യാർത്ഥികളുമായുള്ള സംവാദത്തിൽ കാർഗിൽ യുദ്ധത്തിൽ താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചും അഭിമാനാർഹമായ നേട്ടങ്ങളെക്കുറിച്ചും ബ്രിഗേഡിയർ വിവരിച്ചു.
പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സ്കൂൾ അധ്യാപകരായ ഷീജ ബാബു, ജയശ്രീ ചങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി. അന്തരിച്ച CPIM നേതാവും കേരള പ്രവാസി സംഘം ചാവക്കാട് ഈസ്റ്റ് മുനിസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ചീരാടത്ത് അബ്ബാസിന്റെ സ്മരണാർത്ഥം അബ്ബാസ് സ്മൃതി 2024 വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മുഖ്യാതിഥിയായി. തെക്കൻ പാലയൂർ പ്രദേശത്ത് SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ലോക്കൽ സെക്രട്ടറി PS അശോകൻ, PK സലീം, AK സുധീർ, ഷാഹിന സലീം, PK കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. മഴ കനത്തതോടെ ആദൂർ മുട്ടിക്കൽ ചിറ മനോഹരിയായി നിറഞ്ഞൊഴുകുന്ന കാഴ്ച പ്രകൃതി സ്നേഹികൾക്കും വഴിയാത്രക്കാർക്കും ആസ്വാദ്യമാവുകയാണ്. വേലൂർ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന വാഴാനിപ്പുഴയുടെ ഭാഗമാണ് പുലിയന്നൂർ മുട്ടിക്കൽ ചിറ. കുടിവെള്ളത്തിനും ജലസേചനത്തിനും പ്രദേശവാസികൾ മുട്ടിക്കൽ ചിറയെയാണ് ആശ്രയിക്കുന്നത്. വേനലിൽ വാഴാനി ഡാം തുറക്കുമ്പോൾ ചിറ നിറഞ്ഞൊഴുകുമെങ്കിലും മഴക്കാലത്തെ ചിറയുടെ സൗന്ദര്യം അവർണ്ണനീയമാണ്. സമൃദ്ധിയുടെ പ്രതാപകാലത്തെ നിലനിർത്താനായി ഓരോ പ്രദേശത്തും സംരക്ഷിച്ചു വരുന്ന ചിറകളാണ് ഒരു കാലത്ത് മത്സ്യബന്ധനത്തിനും കൃഷിക്കും ഉപകാരപ്രദമായിരുന്നത്. എന്നാൽ പുലിയന്നൂർ ആദൂർ മുട്ടിക്കൽ ചിറ വേലൂർ പഞ്ചായത്തിന്റെ ചരിത്രത്തിലേക്കും വെള്ളാറ്റന്നൂർ കുറുവന്നൂർ ആദൂർ പ്രദേശങ്ങളിലെ സാമൂഹിക ജീവിതത്തിലേക്കും തുറക്കുന്ന വാതിൽ കൂടിയാണ്. വേനൽക്കാലത്ത് ചിറയിൽ അവശേഷിക്കുന്ന വെള്ളം ഉപയോഗിച്ചാണ് ഇവിടം കൃഷിയോഗ്യമാക്കുന്നത്. വർഷക്കാലത്തെ മഴയൊഴിഞ്ഞ സന്ധികൾ ഇവിടെ ആസ്വാദകരെ കൊണ്ട് നിറയുന്ന കാഴ്ച വർഷങ്ങളായി തുടരുകയാണ്. പച്ചവിരിച്ച പാടങ്ങളും തോണികൾ നീന്തുന്ന പുഴകളും കവികൾ പാടി പുകഴ്ത്തുമ്പോഴും ചിത്രകാരന്റെ ഭാവന മാത്രം കാണേണ്ടി വരുന്ന ഇന്നത്തെ തലമുറ ഈ കാഴ്ചകൾ ഏറെ വിസ്മയത്തോടെയാണ് നോക്കിക്കാണുന്നത്. പുലിയന്നൂർ സെന്ററിൽ നിന്ന് 1/2 കിലോമീറ്റർ മാത്രമാണ് ആദൂർ മുട്ടിക്കൽ ചിറയിലേക്കുള്ളത്. വേലൂർ കടങ്ങോട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇവിടത്തെ പാലം ശക്തമായ വെള്ളപ്പാച്ചിലിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കാഴ്ചയും ഏറെ നയനാനന്ദകരം തന്നെയാണ്. നദികളുടെ സ്മരണകൾ നിലനിർത്തുന്ന ഇത്തരം ചിറകൾ കേരളത്തിലെ നദികളുടെ ഭാഗമാക്കിക്കൊണ്ട് സംരക്ഷിക്കാൻ തയ്യാറാകുന്ന ഇവിടുത്തെ നാട്ടുകാർ മാലിന്യം വലിച്ചെറിയാതെയും ഈ ചിറ സംരക്ഷിച്ചു വരികയാണ്. CCTV ന്യൂസ്, വേലൂർ. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ചേലോടെ ചൂണ്ടൽ എന്ന പേരിലുള്ള പദ്ധതി പ്രകാരം കേച്ചേരി സെന്ററിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, പഞ്ചായത്ത് അംഗങ്ങളായ VP ലീല, നാൻസി ആന്റണി, NS ജിഷ്ണു, TP പ്രജീഷ്, KT ബാലകൃഷ്ണൻ, ND സജിത് കുമാർ, PS സന്ദീപ്, പഞ്ചായത്ത് സെക്രട്ടറി KA ഉണ്ണി എന്നിവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചുകൊണ്ട് സമഗ്ര ശുചീകരണം എന്ന ലക്ഷ്യത്തിലേക്കാണ് പഞ്ചായത്ത് മുന്നേറുവാൻ ഉദ്ദേശിക്കുന്നത്. കരിക്കാട് ബട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ ഒരുവന്നൂർ മനക്കൽ ശ്രീദേവി അന്തർജനത്തിന്റെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന രാമായണ പാരായണം ഞായറാഴ്ച ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയോടെ സമാപിക്കും. ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ മേൽശാന്തി അനിൽ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. തുടർന്ന് ശ്രീരാമ പട്ടാഭിഷേക ഘോഷയാത്രയ്ക്ക് ശേഷം ഗജപൂജയും ആനയൂട്ടും ഉണ്ടാകും. 12 മണി മുതൽ ക്ഷേത്രത്തിൽ പ്രസാദൂട്ടും ഒരുക്കിയിട്ടുണ്ട്. ജൂലൈ 21 ക്ഷേത്രത്തിൽ നിന്ന് നാലമ്പല തീർത്ഥയാത്രയും 31 ഔഷധ സേവയും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് BTN വിജയൻ നമ്പൂതിരി, സെക്രട്ടറി KR ഉണ്ണിക്കുട്ടൻ എന്നിവർ അറിയിച്ചു. രാമായണ മാസാചരണത്തിന് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ VTV ശ്രീകുമാർ നമ്പൂതിരി, ബാബു വില്ലയിൽ, CU നായർ, കുട്ടൻ ശേഖരത്ത്, മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകും. കുണ്ടുകടവ് ജംഗ്ഷനിലേക്കും പൊന്നാനിയിലേക്കും സർവീസ് നടത്തുന്ന ബസ് തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കായി കുണ്ടുകടവ് ജംഗ്ഷനിൽ സൗകര്യമൊരുക്കണമെന്ന് ബസ് തൊഴിലാളികളുടെ സംഘടനയായ PBEA ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് PBEA പുത്തൻപള്ളി യൂണിറ്റ് പൊന്നാനി ജോയിന്റ് RTOയ്ക്ക് നിവേദനം നൽകി. പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചപ്പോൾ മുമ്പുണ്ടായിരുന്ന സംവിധാനം ബസ് ജീവനക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് PBEA പുത്തൻപള്ളി യൂണിറ്റ് പ്രസിഡന്റ് സന്ദീപ് അത്താണി, ജോയിന്റ് സെക്രട്ടറി വിനോദ് പുന്നിയൂർക്കുളം,
ട്രഷറർ നിസാർ എരമംഗലം എന്നിവരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത്. ഗുരുവായൂർ പൊന്നാനി സംസ്ഥാന പാതയിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലെ ജീവനക്കാർ 30-ന് റോട്ടിലെ കുഴിയടച്ച് പ്രതിഷേധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഗുരുവായൂർ, പൊന്നാനി, കുന്നംകുളം ഭാഗത്തേക്ക് സർവീസുകളെ കാര്യമായി ബാധിക്കും വിധം റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുകയാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം നിരന്തരമായി അപകടങ്ങൾ ഉണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കുന്നില്ലെന്ന് ജീവനക്കാർ കുറ്റപ്പെടുത്തി. ഇതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കി കുഴിയടക്കൽ പ്രതിഷേധം നടത്തുന്നത്. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. ഗുരുവായൂർ ദേവസ്വം താൽക്കാലിക ജീവനക്കാരുടെ കൺവെൻഷൻ CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വായനശാല ഹാളിൽ നടന്ന കൺവെൻഷനിൽ യൂണിയൻ സെക്രട്ടറി PD ഷാജി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് ES സന്ദീപ്, CATU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA, ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ്, ഏരിയ പ്രസിഡന്റ് KM അലി, വിനോദ്, റീന കരുണൻ, ജെയിംസ് ആളൂർ, P രഘു തുടങ്ങിയവർ സംസാരിച്ചു. പൊൻകതിരണിഞ്ഞ ചെമ്മന്തിട്ട പാടശേഖരത്തിലെ പ്രസിദ്ധമായ ആലാട്ട് കൃഷിയിടത്തിൽ കതിർക്കറ്റയൊരുക്കലിന് തുടക്കമായി. 4 ഏക്കറിൽ വിളയുന്ന കതിരുകളെല്ലാം കേരളത്തിലെ 500-ലധികം ക്ഷേത്രങ്ങളിലേക്കാണ് ഇല്ലം നിറയ്ക്കായി കൊണ്ടുപോകുന്നത്. ൽ പരം വർഷങ്ങളായി ആലാട്ട് സഹോദരന്മാർ ഹൈന്ദവ കുടുംബങ്ങളിലേക്കുള്ള കതിരൊരുക്കൽ ആരംഭിച്ചിട്ട്. പുതിയകാവ് ക്ഷേത്രത്തിലേക്ക് ആദ്യഘട്ട് നെൽക്കതിർ നൽകിയാണ് ഈ വർഷത്തെ ഇല്ലം നിറ കതിർ വിതരണം ആരംഭിക്കുന്നത്. പതിറ്റാണ്ടുകളായി വേലൂർ, പഴുന്നാന, ചെമ്മന്തിട്ട പാടശേഖരത്തിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും ഇല്ലം നിറയ്ക്കുള്ള കതിർക്കറ്റകൾ തയ്യാറാക്കുന്നത്. വീടുകളിലും സ്ഥാപനങ്ങളിലും സർവൈശ്വര്യത്തിനു വേണ്ടി സ്ഥാപിക്കുന്ന പൂജിച്ച കതിരിനു പിന്നിൽ നിരവധി കഷ്ടപ്പാടുകളും ത്യാഗങ്ങളുമുണ്ടെങ്കിലും നാട്ടിൽ സമ്പൽ സമൃദ്ധിക്ക് ആവശ്യമായ കതിരൊരുക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന പുണ്യമാണ് ആലാട്ട് തറവാട്ടുകാരെ ഇല്ലം നിറയ്ക്കുള്ള കൃഷിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. തറവാടിന്റെ 4ാം തലമുറയാണ് പാരമ്പര്യം കൈമാറിക്കൊണ്ട് ഇപ്പോൾ കൃഷി ഇറക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കതിർക്കറ്റകൾ കൊടുത്തു തുടങ്ങിയിട്ട് 50 വർഷത്തിലധികമായി. കൂടാതെ ശബരിമല, ആറ്റുകാൽ തുടങ്ങി കേരളത്തിലെ 500-ലധികം ക്ഷേത്രങ്ങളിലേക്കും ചെമ്മന്തിട്ട പാടശേഖരത്തിൽ നിന്നു തന്നെയാണ് കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത്. എല്ലാ വർഷവും വിഷുവിനോടടുത്തുള്ള ദിവസങ്ങളിലാണ് വിത്തിറക്കൽ നടത്തുക. 90 ദിവസം മാത്രം മൂപ്പെത്താൻ ആവശ്യമുള്ള കനക എന്ന വിത്തിനമാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. കുടുംബത്തിലെ കാരണവരായ 82 വയസ്സുള്ള വേലപ്പന്റെ മേൽനോട്ടത്തിൽ നടന്നു വന്നിരുന്ന ചെമ്മന്തിട്ട പാടശേഖരത്തിലെ കൃഷി ഇപ്പോൾ ആലാട്ട് സഹോദരന്മാരായ കൃഷ്ണൻകുട്ടി, രാജൻ, ചന്ദ്രൻ, ബാബു എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. പല ക്ഷേത്രങ്ങൾക്കും കതിരുകൾ ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കൂടാതെ ഈ വർഷം പാടശേഖരങ്ങളിൽ വിത്തിറക്കലിനു ശേഷം മഴ ലഭിക്കാതെ വന്നതും കതിരായപ്പോഴുണ്ടായ കനത്ത മഴയും വിളവിനെ ബാധിക്കുമെന്ന് കരുതിയെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായ കതിർക്കറ്റകൾ നൽകാനായി എന്ന ചാരിതാർത്ഥ്യത്തിലാണ് ഈ കുടുംബം. വർഷങ്ങളായിട്ട് ഈ ചെമ്മന്തിട്ട പാടത്ത് തന്നെയാണ് ഈ കതിര് ഒരുവിധമുള്ള ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോകാറ്. ഇതൊരു ലാഭം നോക്കിയിട്ടുള്ള ഒരു കൃഷിയല്ല. ഈ സമയത്ത് എല്ലാ ക്ഷേത്രങ്ങളിലേക്ക് ഇല്ലം നിറക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുത്ത് പണിയാണ് ഒരു കൃഷിയാണ്. അത് എന്ത് തന്നെയായാലും ഞങ്ങൾക്ക് ആ ടൈമിൽ നെല്ലാവും. ഫസ്റ്റിൽ മഴ ഉണ്ടായിരുന്നില്ല, പിന്നെ വെള്ളത്തിൽ മുങ്ങി. എന്നാലും ഇല്ലന്നേരയുടെ നേരമായപ്പോൾ ഞങ്ങൾക്ക് കതിര് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. നമ്മളായിട്ട് കൂടുതൽ ഗുരുവായൂർ, ശബരിമല, ഒരു കൊടുങ്ങല്ലൂർ, ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്ക് ഇവിടെ തന്നെയാണ് 500ഓളം ക്ഷേത്രങ്ങളിലേക്ക് ഈ പാടത്ത് തന്നെ പോകുന്നത്. CCTV ന്യൂസ്, വേലൂർ. കേരളത്തോട് വിവേചനം കാണിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റിനെതിരെ CPIM തിരുവത്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. കോട്ടപ്പുറം സെൻട്രലിൽ നിന്നും ആരംഭിച്ച പ്രകടനം തിരുവത്രയിൽ സമാപിച്ചു. സമാപന യോഗം CPIM ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KK മുബാറക്, TM ഹനീഫ, PK രാധാകൃഷ്ണൻ, PP രണദേവ് എന്നിവർ സംസാരിച്ചു. KR ആനന്ദൻ, പ്രസന്ന രണദേവ്, പ്രിയ മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ടാനശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കെട്ടിടങ്ങൾ ഫീൽഡ് പരിശോധന നടത്തി വിവരശേഖരണവും ഡാറ്റ എൻട്രിയും നടത്തുന്നതിനായി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്, ITA ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ITA സർവേയർ എന്നിവയിൽ കുറയാത്ത യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജൂലൈ 3 പകൽ 3 മണിവരെ കണ്ടാനശ്ശേരി പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ സ്വീകരിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ നടത്തി. ക്ഷേത്രം മേൽശാന്തി സുധീഷ് നേതൃത്വം നൽകി. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് സുരേന്ദ്രൻ, സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, ഓഡിറ്റർ വിജയകുമാർ, കഴകം ഷിനു കൊല്ലം, സുശീല തുടങ്ങി പങ്കെടുത്തു.
ഞമനങ്ങാട് ALPS ഓൾഡ് കണ്ടപ്പുള്ളി സ്കൂളിൽ യോഗ കരാട്ടെ ക്ലാസിന് തുടക്കമായി. കരാട്ടെ വസ്ത്രം കുട്ടികൾക്ക് നൽകിക്കൊണ്ട് വടക്കേക്കാട് പഞ്ചായത്ത് മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SK ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജറും ബോധിധർമ്മ അക്കാദമി ചെയർമാനുമായ KS മനോജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക PR രമാദേവി, വാർഡ് മെമ്പർ സരിത ഷാജി, ME അബ്ദുൽ നാസർ മാസ്റ്റർ, PTA പ്രസിഡന്റ് സീനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിഭാഗത്തിൽ പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ്, ഇക്കണോമിക്സ്, മലയാളം ജൂനിയർ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂളിൽ വെച്ചാണ് അഭിമുഖം നടക്കുക. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി നേരിൽ ഹാജരാകണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6460 രൂപ, പവന് 51,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 92 രൂപ. ചരമം കുന്നംകുളം പാറയമ്പാടം കൊങ്ങണൂർ മണലിൽ പറമ്പിൽ വീട്ടിൽ ജാനകി നിര്യാതയായി. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടത്തി. പരേതനായ നാരായണൻ ഭർത്താവാണ്. വസന്തകുമാരി, രാഘവൻ, മഹേശ്വരി, ഉണ്ണിക്കുട്ടൻ, പുഷ്പലത, മോഹനൻ, മണികണ്ഠൻ, മനോജ് എന്നിവർ മക്കളാണ്. അഗതിയൂർ പരേതനായ അപ്പുക്കുട്ടൻ നായർ ഭാര്യ പന്തലത്ത് സരോജിനിയമ്മ നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. തങ്കമണി, വേണുഗോപാൽ, മോഹനൻ, രവി, പരേതനായ സുകുമാരൻ, ഹരിദാസ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ചാവക്കാട് കോടതി കെട്ടിട നിർമ്മാണം 2025 ജനുവരിയിൽ പൂർത്തീകരിക്കും. ഗുരുവായൂർ നിയോജക മണ്ഡലം MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. മന്നലാംകുന്ന് മേഖലയിലെ വെള്ളക്കെട്ട് പ്രദേശങ്ങൾ വിവിധ വകുപ്പ് മേധാവികൾ സന്ദർശിച്ചു. 30ഓളം കുടുംബങ്ങളെയും NH സർവീസ് റോഡിനെയും 3 പഞ്ചായത്ത് റോഡുകളെയും ബാധിക്കുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായാണ് സന്ദർശനം. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ കാപ്പ നിയമപ്രകാരം നാടുകടത്തി. ബ്ലാങ്ങാട് വോൾഗ നഗർ പാലപ്പെട്ടി വീട്ടിൽ ലിസൺ എന്ന ഹബീബിനെയാണ് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഔഷധ സേവയും ആനയൂട്ടും ജൂലൈ 31 നടക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K സുദർശന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.